ഒരു സംഘടനാ നിരോധനം ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലെ നമുക്ക് തോന്നുന്നത് സിമി നിരോധനത്തിലാണ്. അങ്ങനെ സിമി നിരോധനത്തിന് തൊട്ട് മുമ്പ് സിമിയുടെയൊക്കെ ഒരു പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു. ആ സിമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഈ 2000-ന് മുമ്പുള്ള പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ അവർ പ്രധാനമായ അവരുടെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഫാഷിസം വരാൻ പോകുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാന പോയിൻറ്റ്. അതിൻ്റെ ഉദാഹരണങ്ങളൊരു പറയുന്നുണ്ട്. ഈ 90കളുടെ തുടക്കം മുതൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള മാറ്റങ്ങൾ, ബാബരി മസ്ജിദ് ഡെമോളിഷൻ, അതുപോലെ വാജ്പേയി കുറച്ച് ദിവസത്തേക്കാണെങ്കിലും അധികാരത്തിലേറിയത്, ഇതൊരു ഫാഷിസ്റ്റ് ഗവൺമെൻറ്റിലേക്കുള്ള മാർച്ചായിട്ട് കാണണം എന്നവർ നിരന്തരം ആവശ്യപ്പെടുമായിരുന്നു. പിന്നെ നമ്മൾ കാണുന്ന ഈ 2001 2001 ആകുമ്പോഴേക്കും സിമി നിരോധിക്കപ്പെടുന്നതാണ്. ഈ സിമി നിരോധനത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആ സംഘടന എന്ന് പറഞ്ഞാൽ വളരെ വിരലിലെണ്ണാവുന്ന അംഗങ്ങളുള്ളൊരു സംഘടനയായിരുന്നു. അതേ തുടർന്ന് അവരിൽ എത്ര അംഗങ്ങൾ ഇന്ത്യയിൽ മുഴുവനുണ്ടോ അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് 10 മടങ്ങ് ആളുകൾ ആ സംഘടനയെ നിരോധിച്ചതിന് ശേഷം ആ സംഘടനയുമായി അസോസിയേറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ ജയിലിൽ പോയി. ഈവൻ നമ്മൾ കേരളത്തിൽ പോലും 2008 നടന്ന പാനായിക്കുളം സംഭവം തന്നെ ഓർമ്മയുണ്ട്. സിമി എന്ന് കേൾക്കാത്ത ആളുകൾ പോലും, അങ്ങനെ ഒരു പേരേ കേൾക്കാത്ത ആളുകൾ അതിൻ്റെ പേരിൽ ജയിലിൽ പോകുന്നുണ്ടായി. പിന്നെ നമ്മൾ ഈ NDF-ൻ്റെ ഉദയം, പോപ്പുലർ ഫ്രണ്ടിൻ്റെ വരവ്, ഇതെല്ലാം ഈ പഴയ സിമിക്കാരാണ്. സിമി നിരോധനത്തിന് ശേഷം പണ്ട് സിമിയിലുണ്ടായിരുന്ന ആളുകളാണ് അതൊക്കെ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഏറ്റവും കൂടുതൽ വിവാദമാകുന്നത് കൈവെട്ട് സംഭവത്തിലാണ്. കൈവെട്ട് സംഭവത്തിൽ വിവാദമാകുന്നു. അന്നും നിരോധിക്കപ്പെട്ടിട്ടില്ല. 2014 മോദി വരുമ്പോൾ നമ്മൾ സ്വാഭാവികം വിചാരിക്കുന്ന ആദ്യം നിരോധിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെയാണെന്നാണ്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് അവർ നിരോധിച്ചില്ല. ഏതാണ്ട് 8 കൊല്ലത്തോളം അവർ കാത്തിരുന്നു. 2022 അവർ നിരോധിക്കുകയാണുണ്ടായത്. അപ്പോൾ ഇങ്ങനെ നിരോധിച്ച് കഴിയാൻ ഒരു സംഘടന നിരോധിക്കപ്പെട്ടാൽ അതിൻ്റെ ആളുകൾ മുഴുവൻ UAPA ചാർത്തി ജയിലിലടയ്ക്കുക. സംഘടന നിരോധിക്കുന്നത് നമുക്ക് മനസ്സിലാകും. ഈ സംഘടന ഇനി ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല, ഇത് ദേശസുരക്ഷയ്ക്ക് അപകടകരമാണ് എന്ന് എക്സിക്യൂട്ടീവ് കണ്ടെത്തുകയും അതിൽ ഒരു സംഘടന നിരോധിക്കുകയും ചെയ്യും. അവർക്ക് വേണമെങ്കിൽ സുപ്രീം കോടതി വരെ കേസ് വാദിക്കാം, ട്രൈബ്യൂണലിൽ പോകാം, പിന്നെ സുപ്രീം കോടതിയിൽ പോകാം. പക്ഷേ ഒരു സംഘടന നിരോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അവരെല്ലാം പിടിച്ച് ജയിലിലിടുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് സിമി നിരോധനത്തിലാണെങ്കിലും ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിലാണ് നമ്മൾ കാണുന്നതാണ്. UAPA ചാർത്തി അറസ്റ്റ് ചെയ്യുക. സിമിയുടെ കാര്യത്തിലാണല്ലോ അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? അവർക്കെതിരായിട്ടുള്ള കുറ്റം എന്താണ്? ഈ നിയമവിരുദ്ധ പ്രവർത്തനം നിരോധിക്കൽ തടയലാണല്ലോ. ഒരു സംഘടന നിരോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ പ്രവർത്തിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് അവർ ജയിലിലിടുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ SDPA ഓഫീസിൽ റെയ്ഡ് ചെയ്യുന്ന പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ആ സംഘടന നിരോധിക്കപ്പെടും. ഇല്ലാത്തൊരു സംഘടന എങ്ങനെയാണ് അവർ അസോസിയേറ്റ് ചെയ്യുക? നമുക്കറിയില്ല. അപ്പോൾ BJP സർക്കാർ, ഇപ്പോൾ വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണെങ്കിലും മോദി സർക്കാരിൻ്റെ കാലത്തിലാണെങ്കിലും ഈ സംഘടനകൾ നിരോധിക്കുന്നതിൻ്റെ ലക്ഷ്യം കേവലം സംഘടന നിരോധിക്കൽ മാത്രമല്ല, അതിന് പിന്നിലുള്ള വലിയ ഒരു വേട്ടയാടലുണ്ട് എന്ന് ഈ സിമി നിരോധനത്തിൻ്റെ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ പിന്നീട് ഇത്ര അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ മുഴുവൻ എന്താണ്, ഇവർ കുറ്റക്കാരില്ലാന്ന് പറഞ്ഞ് കോടതി വെറുതെ വിടുകയാണ്. ഈ പോപ്പുലർ ഫ്രണ്ട് കാര്യത്തിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ SDPI നിരോധിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു പാർട്ടിയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനങ്ങനെ ഇപ്പോൾ PFI നിരോധിച്ച പോലെ SDPI നിരോധിക്കാൻ പറ്റുമോ അറിയില്ല. പക്ഷേ ഇവരുടെ ഒരു ലാർജർ ലക്ഷ്യം, ഭരണകൂടത്തിൻ്റെ ലാർജർ ലക്ഷ്യം നിരോധിക്കലല്ല, ഇതിങ്ങനെ തുടർച്ചയായി തുടർന്നുകൊണ്ടേയിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുക, പിടിച്ചകത്തിടുക. അത് ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിട്ടാണ് എന്നുള്ളത് കഴിഞ്ഞൊരു 25 വർഷത്തെ ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരുതരം അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക, ഇതുമായിട്ട് എന്തെങ്കിലും രീതിയിലൊക്കെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ഇങ്ങനെ അരക്ഷിതരാക്കുക എന്നുള്ളൊരു ഫാഷിസ്റ്റ് തന്ത്രമാണ്. നമ്മൾ ഈ നിരോധനം നമ്മളെവിടെ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനവും മധുരയിൽ നടക്കാൻ പോകുന്ന CPM പാർട്ടി സമ്മേളനവും ഇപ്പോഴുള്ള ഭരണകൂടം ഫാഷിസ്റ്റാണോ അല്ലേ, നവഫാഷിസ്റ്റാണോ എന്നൊക്കെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ആ തർക്കം നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ റെയ്ഡും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ടാകുന്നത്. അതിലേതായാലും ഈ വേട്ടയാടപ്പെടുന്നവർക്ക് ഇത് ഫാഷിസ്റ്റാണോ അല്ലോ എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.